വിമാനം അല്പം മുൻപ് കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. വിമാനത്തിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. അതായത് കാർഗോ ടെർമിനലിലൂടെ പുറത്തേക്ക് കൊണ്ടുവരും. അതിനുവേണ്ടി പുറത്ത് കാത്തു നിൽക്കുകയാണ് നേതാക്കളൊക്കെ. നമ്മളും അവിടെ തന്നെയാണുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കകം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. അതിനുള്ള ഒരുക്കങ്ങൾ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മൃതദേഹം പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ചെന്നൈയിൽ നിന്നെത്തിയ പെട്ടിയിൽ നിന്ന് മൃതദേഹം ഫ്രീസറിലേക്ക് മാറ്റി ഇവിടെ എത്തിയ നേതാക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ഇതിനായി ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി നേതാക്കൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. എ വിജയരാഘവൻ, എളമര കരീം ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഉണ്ട്. ജില്ലാ സെക്രട്ടറി CN മോഹനൻ, അങ്ങനെ പ്രമുഖ നേതാക്കളെല്ലാം ഉണ്ട്. MLA മാരുണ്ട്. എല്ലാവരും കാത്തു നിൽക്കുകയാണ്. കോട്ടയം നിന്ന് എത്തിയ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും അങ്ങനെ തങ്ങളുടെ നേതാവിന്, പ്രിയപ്പെട്ട സഖാവിനെ ഒരു നോക്ക് കാണാനായി ഇവിടെ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം മൃതദേഹം ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന വാതിലിലൂടെ പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ എത്തിയ ശേഷം പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരു ആംബുലൻസ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും എല്ലാം കാണാൻ ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനായുള്ള എല്ലാ ക്രമീകരണവും പൂർത്തിയായി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മന്ത്രി VN വാസവൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹം ഇന്നലെ തന്നെ ചെന്നൈയിലെത്തിയിരുന്നു. അദ്ദേഹമാണ് ഈ മൃതദേഹം അവിടെയുള്ള ചെന്നൈയിലെ നടപടികളെല്ലാം പൂർത്തിയാക്കി ഇവിടെ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയത്. അദ്ദേഹം ഈ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് ഒപ്പം തന്നെയുണ്ട്. ഇപ്പോൾ ഇവിടെ മൃതദേഹം കാർഗോ ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇതിൻ്റെ ഒരു വശത്തേക്ക് ഇത് നേരെ കൊണ്ടുപോകുന്നതാണ്. ഇനി അവിടെ നിന്ന് ഈ മൃതദേഹം എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഫ്രീസറിലേക്ക് മാറ്റാനുള്ള ക്രമീകരണം നടത്തും. അതിനുശേഷമാണ് ഇവിടെ എത്തിയ നേതാക്കൾക്കെല്ലാം പൊതുദർശനത്തിന് ഉള്ള അവസരമൊരുക്കുന്ന നേതാക്കൾക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെല്ലാം അന്തിമ അഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു സൗകര്യമൊരുക്കും. അതിനുശേഷമാണ് മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോകുക. കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയ ശേഷം 2 മണിവരെ അവിടെ പൊതുദർശനമുണ്ടാകും. ഇത്തരത്തിലാണ് ക്രമീകരണങ്ങൾ. ഈ വളരെ വേദനയോടുകൂടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഒട്ടുമിക്ക, അതായത് ഇവിടെ കാണുന്ന നമുക്ക് നേതാക്കളുടെ എല്ലാ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ്. കാരണം ഏറെക്കാലം ഒപ്പമുണ്ടായിരുന്നു. തന്നെയുമല്ല, ഇന്നലെ ഈ വാർത്ത അറിഞ്ഞതു മുതൽ നേതാക്കൾക്കെല്ലാം, നേതാക്കൾക്കുമെല്ലാം വലിയ വേദനയാണ്. അതായത് പലരും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപാട് പേർ ഇന്നലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടൊപ്പമാണ് പലപ്പോഴും അദ്ദേഹത്തെ ഇത്തരത്തിലൊരു ഗുരുതരമായ അസുഖം ബാധിച്ചിരുന്നു, അങ്ങനെയാണ് സഖാവ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എന്നൊരു തിരിച്ചറിവുണ്ടാകുന്നത്. അതറിയുന്നത് പലരും ഇപ്പോഴായിരുന്നു. അങ്ങനെയുള്ളൊരു വേദന കൂടി പലപ്പോഴും നേതാക്കൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഏറെ വേദനയോടുകൂടി നേതാക്കൾ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഭാഗത്ത് ഈ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ മൃതദേഹം ഇവിടെ ഒരു ഫ്രീസറിലേക്ക് മാറ്റി കാണാനുള്ള സൗകര്യം ഒരുക്കും. അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിക്കും. ഇവിടെ പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ഒരു വേദിക്ക് മുന്നിലാണിപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കകം മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. ഈ ക്രമീകരണങ്ങൾ ഇവിടെ പൂക്കൾ ക്രമീകരിച്ചിട്ടുണ്ട്. നേതാക്കളെല്ലാം കാത്തു നിൽക്കുന്നുണ്ട്. ഇവരെല്ലാം അദ്ദേഹത്തിന് അന്തിമമായി ഒരു യാത്രാമൊഴി നൽകാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. ഒട്ടുമിക്ക നേതാക്കളും ഇതോടൊപ്പം തന്നെ മൃതദേഹത്തോടൊപ്പം തന്നെ വിലാപയാത്രയ്ക്കൊപ്പം ആംബുലൻസിനൊപ്പം കോട്ടയത്തേക്ക് പോകും. ആംബുലൻസ് ഇവിടെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതിൻ്റെ ഇടതുവശത്തായി ഇപ്പോൾ വിജയരാഘവൻ സഖാവ് ഉൾപ്പെടെ നേതാക്കളെല്ലാം ഉണ്ട്. നമ്മളോട് അദ്ദേഹത്തിൻ്റെ ആ വേദന അദ്ദേഹത്തിന് പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല. ഒട്ടേറെ നേതാക്കൾ ഇതുപോലെ കാത്തു നിൽക്കുകയാണ്. ആർക്കും തങ്ങളുടെ വാക്കുകൾ പറയാൻ കഴിയുന്നില്ല. നമുക്ക് തന്നെ എങ്ങനെ ചോദിക്കുക, എന്ത് പറയുന്നുള്ളതാണ്. അങ്ങ് ഒപ്പം പ്രവർത്തിച്ചൊരു പരിചയമല്ലേ അദ്ദേഹത്തോടൊപ്പം? എങ്ങനെ? അദ്ദേഹമായിട്ടുള്ള വളരെ വലിയ സ്നേഹബന്ധത്തിലായിരുന്നു. ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം. പക്ഷേ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളുമായി നല്ല ബന്ധം പുലർത്തുകയും എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങുകയും ചെയ്ത പ്രഗത്ഭ വ്യക്തിയായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോയ ശ്രീ റസൽ. അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അൻവർ സാദത്ത് MLA ഇപ്പോഴുണ്ട്, ഇവിടുത്തെ MLA ആണ്. അദ്ദേഹത്തോടൊപ്പമുള്ള പരിചയവും ഓർമ്മയൊക്കെ ഒരുപാടുണ്ടല്ലോ അദ്ദേഹത്തിന്. തീർച്ചയായും അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി അറിയാവുന്ന ഒരാളാണ്. ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, നല്ലൊരു പൊതുപ്രവർത്തനം ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഇവിടെ എത്തിയതും അദ്ദേഹം ഒരു സജീവ രാഷ്ട്രീയവും അത് നല്ല ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
എല്ലാവർക്കും അദ്ദേഹത്തോട് വാക്കുകൾ പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല. വേദനയാണ്. ഇപ്പോൾ നമ്മൾ വിജയരാഘവൻ സഖാവും അപ്പോൾ ഉണ്ട്, ഇളവരക്കരയും സഖാവുണ്ട്. അദ്ദേഹം വേദനയോടുകൂടി തന്നെ, അതായത് ഒന്നും ചോദിക്കേണ്ട എന്നാണ് അദ്ദേഹം വേദനയോടുകൂടി നമ്മളോട് പറയുന്നത്. കാരണം ആ വേദനയിൽ നിന്ന്, അതായത് ഒരു വേർപാടിൻ്റെ വേദനയിൽ നിന്ന് ഒരു തിരിച്ചു വരാൻ പലർക്കും നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ മൃതദേഹം നേരത്തെ നമ്മൾ കണ്ട പെട്ടിയിൽ നിന്ന് ഫ്രീസറിലേക്ക് മാറ്റിയ ശേഷം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇതിൽ മൃതദേഹം കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഈ നേതാക്കൾക്കെല്ലാം അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള സൗകര്യമൊരുക്കും. അതിനായുള്ളൊരു തയ്യാറെടുപ്പിൽ ആണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഇവർക്കൊപ്പം കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും എല്ലാവരും ഉണ്ട്. നേതാക്കളുടെ എല്ലാ നേതൃത്വത്തിൽ ഇതിനായുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്പനിമിഷങ്ങൾക്കകം പ്രത്യേക ഈ തയ്യാറാക്കിയിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് സഖാവ് റസലിൻ്റെ മൃതദേഹം എത്തിക്കും. ഇവിടെ അദ്ദേഹത്തിന് എല്ലാ നേതാക്കൾക്കും ഒരു നോക്ക് അദ്ദേഹത്തെ കാണാനുള്ള സൗകര്യമൊരുക്കും. അതിനുശേഷമായിരിക്കും മൃതദേഹം ഈ അപ്പുറത്ത് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ആംബുലൻസ് ഉണ്ട്, അതിൽ കോട്ടയത്തേക്ക് കൊണ്ടുപോവുക. കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകുന്നത്.